أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ്റെ ഒരു ഭാഗത്തു കൂടിയുള്ള ഒരു ദിക്ർ കൂടിയാണ്. ഏറ്റവും ഉന്നതമായ പവറുള്ള ഒരു ദിക്റാണ്. ആ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് അങ്ങനെ കണക്കാക്കുന്ന ഒരു ദിക്റല്ല. അത്രത്തോളം പ്രാധാന്യം ഇതിനകത്ത് ഉള്ള ഒരു ദിക്റാണ്. അതുകൊണ്ട് പറയുമ്പോഴേ ദിക്ർ ചെല്ലുമ്പോഴും അത് പറയുമ്പോഴേ അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ തന്നെയും ആമുഖമായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയുകയാണ്. ഈ ദിക്ർ നമ്മൾ തുടർന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവസം കുറഞ്ഞ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെല്ലിയാൽ മതി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രയോജനമെന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത പ്രയോജനങ്ങൾ നമുക്ക് അല്ലാഹു തആല തരും. എങ്ങനെ തരുമെന്ന് ചോദിച്ചാൽ അത് നമ്മളങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുക. സമയങ്ങൾ കിട്ടുമ്പോഴെല്ലാം അതങ്ങ് ചെല്ലാം. അതൊരു മനപ്പാഠമാക്കി അങ്ങ് മാറ്റുക. മനപ്പാഠമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അല്ലാഹുവേ അതിൻ്റെ പ്രതിഫലം ചില്ലറയൊന്നുമല്ല, വളരെ കൂടുതൽ പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗീയാരാമത്തിൽ കിടന്നുകൊണ്ട് സ്വർഗവാസികൾ പറയുന്ന ഒരു വിഷയം കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ മഹാത്മ്യം എന്താണെന്നുള്ളത് നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഖുർആൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് നമുക്ക് ദിക്റാക്കി എടുക്കാം, അല്ലെങ്കിൽ ഖുർആനാക്കി എടുക്കാം. ഏതായാലും എല്ലാം അല്ലാഹുവിലേക്ക് തന്നല്ലോ. നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള കാര്യമാണ്. നമ്മുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തരുന്നൊരു മാർഗമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ശരി, അതുകളെല്ലാം അങ്ങോട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ, അഥവാ ഈ ഖുർആൻ്റെ ഈ ഭാഗം ഒന്ന് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവേ നമുക്ക് തരുന്ന പ്രയോജനം ചില്ലറയൊന്നുമല്ല. അതങ്ങനെ ചെല്ലുന്നതായ സമയത്ത്, ഒരു ദിക്ർ നമ്മൾ ചെല്ലുന്നതായ സമയത്ത് ഒരു പക്ഷേ ഒരു 101 ദിക്ർ നമ്മൾ ചെല്ലിയെന്ന് വരും, അല്ലെങ്കിൽ ഒരു 51 ദിക്ർ നമ്മൾ ചെല്ലിയെന്ന് വരും, അതല്ലെങ്കിൽ ഒരു 3 ദിക്റെങ്കിലും നമ്മൾ ചെല്ലിയെന്ന് വരും. പക്ഷേ ഉടനെ പ്രതിഫലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരിത്തിരി താമസം വരും. പിന്നെ ചില കാര്യങ്ങളുണ്ട്, ചില പ്രത്യേകമായ ദിക്റുകളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ രോഗം കൊണ്ടങ്ങനെ വിഷമിച്ചങ്ങനെ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിനടി ഉറച്ചു നിന്നുകൊണ്ട് ചില ദിക്റുകളും ചില ഭാഗങ്ങളെല്ലാം ദിക്റിൻ്റെ ഭാഗങ്ങളുമെല്ലാം ചില സമയങ്ങളിൽ അങ്ങോട്ട് നമ്മൾ വിഷമിച്ചുകൊണ്ട് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ അങ്ങ് തരുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അസുഖത്തിൽ കിടക്കുന്ന ഒരാളാണ്, വേദന കൊണ്ട് സഹിക്കുന്ന ഒരാളിൻ്റെ കാര്യം അതൊന്നും നീട്ടിവെക്കാനോ അത് മാറ്റിവെക്കാനോ പറ്റുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇതങ്ങ് സ്വീകരിക്കുകയും ഉടനെ തന്നെ പ്രതിഫലം തരികയും ആ അസുഖക്കാരന് വളരെ കുറവങ്ങ് കിട്ടുകയും ചുരുക്കത്തിൽ ഈ അസുഖം മാറുകയും ചെയ്യും. അങ്ങനെയും ദിക്റുകൾക്ക് ചില ഗുണങ്ങളുണ്ട്. ഏത് ചൊല്ലിയായാലും ശരി തന്നെ ചിലപ്പോൾ ഉടൻ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടി എന്ന് വരും. ചില ദിക്റുകൾ, ചില കാര്യങ്ങൾ ഏത് ദിക്റായാലും ശരി ചിലപ്പോൾ ഒരിത്തിരി താമസം വന്നെന്ന് വരും. നമ്മൾ ചെല്ലുന്ന ദിക്റിന് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അതിന് പ്രതിഫലം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, ഒരു ലേശം സംശയം വെക്കണ്ട. ചുരുക്കി ഒന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് പറയട്ടെ, ഒരു സുബ്ഹാനല്ലാഹ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ, വെറുതെ ഇരിക്കുന്നതായ സമയത്ത് ഒരു സുബ്ഹാനല്ലാഹ് എന്നൊന്ന് നമ്മൾ അങ്ങ് പറഞ്ഞാൽ, ഈ സുബ്ഹാനല്ലാഹയുടെ അർത്ഥം നിങ്ങൾക്കറിയുമോ? എന്താണ് അർത്ഥം? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നൊന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയ്ക്ക് എന്തുമാത്രം സ്നേഹം, എന്തുമാത്രം ആദരവ് ഈ ചെല്ലുന്ന മനുഷ്യൻ്റെ കൂടെ ഉണ്ടെന്നറിയാമല്ലോ. തീർച്ചയായിട്ടും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലിയാൽ പറയണോ, ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടും. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഏതാണ് വിശുദ്ധ കാര്യങ്ങൾ, എന്താണ് നമ്മുടെ നിയ്യത്തുകൾ, അത് നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇതിന് പ്രതിഫലം തരും. ഒരല്പം താമസം ചിലപ്പോൾ ഒന്നു വരും. അതുകൊണ്ടൊന്നും വിഷമിക്കല്ലേ, ദിക്റങ്ങ് ചെല്ലണേ, മടി കാണിക്കണ്ട. ഞാനിപ്പോഴതാ ഈ ദിക്റാജാലൂടെ ചെല്ലാൻ പോകുന്നു. ആ ചെല്ലുന്ന കാര്യം അത് നിങ്ങൾ ഒരു ദിവസം ചുരുക്കി പറഞ്ഞാൽ
ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെല്ലണേ. അതല്ലൊരു 33 പ്രാവശ്യം ചെല്ലിയാൽ അത് ഏറ്റവും നല്ലതാണ്. ഒരു 11 പ്രാവശ്യം ചെല്ലിയാൽ ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ചെല്ലാം. ഞാൻ അതിക്കറന്ന് ചെല്ലട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിഹി ഫീഹാ സലാമാ ദർവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിഹി ഫീഹാ സലാമാ ദർവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വതഹിയാതുഹും ഫീഹാ സലാം ദർവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു വശവ് പറ്റി ഒന്നും കൂടി ഞാൻ ചെല്ലട്ടെ. സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വതഹിയാതുഹും ഫീഹാ സലാം ദർവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതങ്ങ് ചെല്ലണേ. ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടി ഒരല്പക്കാര്യം കൂടി പറയാനുണ്ട്. സ്വർഗത്തിൽ കിടന്നുകൊണ്ട് സ്വർഗവാസികൾ ഇതെങ്ങനെ കൂടെ ചെല്ലാറുണ്ട്. സർവലോകരക്ഷിതാവായ പടച്ചവനെ, നിന്നെ ഞങ്ങളതാ സ്തുതിക്കുന്നു. അല്ലാഹ്, സർവലോക പരിപാലകനായ പടച്ചവനെ, നിന്നെ ഞങ്ങളതാ സ്തുതിക്കുന്നു എന്ന് സ്വർഗവാസികൾ കിടന്ന് ഇങ്ങനെ പറയാറുണ്ട്. അത്രത്തോളം പോരിശയുള്ളൊരു ദിക്റാണ് ഈ ദിക്ർ. നിങ്ങൾ ചെല്ലുമ്പോൾ ശ്രദ്ധാപൂർവം ഈ ദിക്ർ നിങ്ങളങ്ങ് ചെല്ലണേ. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ടാകും. നിങ്ങൾ ഏത് ജീവിതത്തിലുള്ള ഏത് ബുദ്ധിമുട്ടായ പ്രശ്നങ്ങളായാലും ശരി, അതിന് പ്രയോജനം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നിങ്ങൾക്ക് തരുന്നതാണ്. തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്.